നാളെ തന്നെ നിങ്ങളെ പണി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് കേട്ടോ എമർജൻസി ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എത്രത്തോളം എമർജൻസി ഫണ്ട് വേണം, ആർക്കൊക്കെ വേണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടൊന്നല്ല. ഇത് നമ്മളെ എമർജൻസി സിറ്റുവേഷനിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ, നമ്മുടെ സേഫ്റ്റി നെറ്റായിട്ട് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ്. എല്ലാവർക്കും എമർജൻസി ഫണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അതിപ്പോൾ ഒരു ബാച്ചിലർ ആയിക്കോട്ടെ, ഇനി ഫാമിലി പേഴ്സൺ ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളായിക്കോട്ടെ, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കാൽക്കുലേറ്ററൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടിരുന്നോളി. നമുക്ക് ആദ്യം തന്നെ എന്താണ് എമർജൻസി ഫണ്ട്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ട് പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എമൗണ്ടാണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫാമിലി എമർജൻസി വന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കൂടാത്ത ആക്സിഡൻസ് വന്ന്, പെട്ടെന്ന് നമ്മളെ ജോബ് പോയി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫണ്ട് നമുക്കില്ലെങ്കിൽ നമ്മൾ ശരിക്കും പെടില്ലേ. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മൾ വലിയ പേഴ്സണൽ ലോൺസ് എടുക്കാൻ സാഹചര്യം വരുത്താതെ ഒരു ഘട്ടങ്ങളിലാണ് നമുക്ക് നമ്മുടെ എമർജൻസി ഫണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുക. ഈ ഒരു ഫണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര റിച്ച് പേഴ്സൺ ആക്കുന്ന സംഭവം എന്നല്ല കേട്ടോ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പൊതുവെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് നമ്മുടെ സാലറി എത്ര നോക്കിയിട്ട്, ഓക്കെ നമ്മുടെ സാലറി ഇതാണെങ്കിൽ അതിൻ്റെ ×6 ചെയ്താൽ ഒരു 6 മാസത്തെ സാലറി മാറ്റി വെക്കുക. അതാണ് പലരും എമർജൻസി ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന രീതി. 50,000 സാലറി ഉള്ള ആളാണെങ്കിൽ അയാൾ ഒരു 3 lakhs മാറ്റി വെക്കും എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സാലറിയിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസിലേക്കാണ് നോക്കേണ്ടത്. ഒരു മന്തിൽ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആവുന്നു നോക്കിയിട്ട് അതിൻ്റെ ×months ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ നോർമൽ എക്സ്പെൻസസ് അല്ല കേട്ടോ, നമ്മുടെ എസെൻഷ്യൽ എക്സ്പെൻസസ്, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെൻറ്റ്, നമ്മുടെ ഫുഡ്, നമ്മുടെ ഇൻ്റർനെറ്റ് ബില്ല്, പിന്നെ ഇലക്ട്രിസിറ്റി, ഇങ്ങനത്തെ ബേസിക് എസെൻഷ്യൽ എക്സ്പെൻസ് ഉണ്ടല്ലോ. നമ്മൾ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പൈസ. അപ്പോൾ എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോളി. അപ്പം നമുക്ക് നമ്മുടെ എമർജൻസി ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്താലോ. അങ്ങനെ എൻ്റെ ഒരു എക്സ്പെൻസ് രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസ് അവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റെൻറ്റ് അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അത് ഞാൻ ആഡ് ചെയ്യാം. അടുത്തത് ഫുഡ് ആൻഡ് ഗ്രോസറീസ് ആണ്. ഇത് ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഞാൻ ആദ്യം കൊടുത്തിട്ട് തന്നെ എൻ്റെ ഗ്രോസറി കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ഗ്രോസറീസ് എന്ന് പറഞ്ഞിട്ട് അത് എത്രയാണ് അത് ആഡ് ചെയ്യാം. പിന്നെയാണ് EMI വരുന്നത്. നിങ്ങൾക്ക് പെർ മന്തിൽ വരുന്ന ടോട്ടൽ EMI കോസ്റ്റ് എത്രയാണോ അത് നിങ്ങൾ അവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി വരുന്നതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും ഇൻ്റർനെറ്റ് ബില്ലും. ഇനിയിപ്പോൾ വാട്ടർ ബില്ല് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി വരുന്നതാണ് നിങ്ങൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ അതിൻ്റെ എമൗണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പം ഞാൻ പേഴ്സണലി വർക്ക് ഫ്രം ഹോം ആണ്, അപ്പം ഞാൻ അധികം ട്രാവൽ ചെയ്യാറൊന്നുമില്ല. ഇപ്പം എനിക്ക് വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 25,000 rupees. ഇതാണ് എൻ്റെ പെർ മന്ത് എസെൻഷ്യൽ എക്സ്പെൻസ്. ഇവിടെ ഞാൻ എൻ്റെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പെൻസും ആഡ് ചെയ്തിട്ടില്ല. OTT സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ഇനി വീക്കെൻഡ് പോയിട്ട് പുറത്ത് ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, ഇനിയിപ്പോൾ മന്ത്ലി ട്രിപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും ഞാനിവിടെ കൂട്ടിയിട്ടില്ല. പെർ മന്ത് അപ്പോൾ എൻ്റെ എമർജൻസി ഫണ്ടാണ് 25,000 rupees. അപ്പോൾ 3 month ഫണ്ട് ആക്കിയിട്ട് നോക്കുവാണെങ്കിൽ അത് 75,000 rupees. ഇനിയിപ്പോൾ 6 months ആണെങ്കിൽ 1.5 lakhs. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആർക്കൊക്കെ എത്രത്തോളം എമർജൻസി ഫണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റേബിൾ ജോബാണ്, ഹസ്ബൻഡും വൈഫും ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി ഡിപ്പെൻഡൻസ് ആരുമില്ല, ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു 3 months ഓഫ് എമർജൻസി ഫണ്ടൊക്കെ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ സിംഗിൾ ഇൻകം പേഴ്സൺ ആണ്, നിങ്ങളുടെ പാരൻസ് നിങ്ങളായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ ഉണ്ട്, ഇനിയിപ്പോൾ ജോബ് ഒരു അൺസർട്ടനിറ്റി സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 months ഓഫ് എമർജൻസി ഫണ്ട് നിങ്ങളുടെ അടുത്ത് വെക്കാം. ഇനി 12 months അല്ലെങ്കിൽ 1 year എമർജൻസി ഫണ്ട് ആരൊക്കെ വെക്കണം നോക്കിക്കഴിഞ്ഞാൽ ഫ്രീലാൻസേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾ, സ്ഥിരമായിട്ട് അങ്ങനെ ഇൻകം ഇല്ലാത്ത ആൾക്കാർ. അവരുടെ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അൺസർട്ടനിറ്റിയാണ്, എല്ലാ മാസവും സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 months ഓഫ് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നത് നല്ല സേഫ് ആയിരിക്കും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം, നമ്മൾ ഈ എമർജൻസി ഫണ്ട് നമ്മൾ എവിടെ ഇടും? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതൊരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ FD ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ഫണ്ട്സിലൊക്കെ ഇട്ട് വെക്കാം. ഒരിക്കലും എമർജൻസി ഫണ്ട് കൊണ്ട് നിങ്ങൾ ട്രേഡോ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് സ്റ്റോക്സിലൊന്നും ഇട്ട് വെക്കരുത്.
എനിക്ക് എമർജൻസി ഫണ്ടൊക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ആകെ ഒരു 10-20,000 രൂപ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫസ്റ്റ് മന്ത്, ഒരു മാസത്തെ എമർജൻസി ഫണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. ആദ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഒരു 1 മന്തിൻ്റെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സംഭവമാണ്. 2 ഇയേഴ്സ് നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ട് റിവ്യൂ ചെയ്യാം. കാരണം വർഷങ്ങൾ കൂടുതലും നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൂടും, ഫാമിലി ആവും, അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടും, അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറും, അപ്പോൾ നമ്മുടെ എമർജൻസി ഫണ്ടിൻ്റെ അമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ലൈഫ് സ്കിൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.